ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഈ പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കാരണം ഇനി ഒരു സമയത്ത് നമുക്കിത് ആവശ്യം വരും. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു പ്രൊഫൈലിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്, ഞാനൊരു വീഡിയോ നിങ്ങളുടെ ID വെച്ചിട്ട് കൊളാബ് ചെയ്തേക്കാണ്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുവാണ്. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഫോട്ടോ എടുക്കുക, അതിന് നെഗറ്റീവ് ക്യാപ്ഷൻ കൊടുക്കുക, അതിലൂടെ വൈറലാവുക. അങ്ങനെ വൈറലായി അവസാനം എയറിലായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മനു ഗോപിനാഥ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുധിച്ചേട്ടന്റെ വൈഫ് രേണു സുധിയെ വെച്ചിട്ടാണ് ഈ മനു ഗോപിനാഥ് ഈ ഫോട്ടോഷൂട്ട് നടത്തിയത്. മനു വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, മനു രേണു കൂടി ഒരുമിച്ച് വന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ മനുവിന്റെ ഇന്റർവ്യൂ ആണ് നമുക്കിന്ന് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു എനർജി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കമന്റ്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഹൃദയമെങ്കിലും ആ കമന്റ് ബോക്സിൽ കൊണ്ടങ്ങ് വെച്ചേക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ രേണു സുധി മനു ഗോപിനാഥ് തമ്മിലുള്ള ആ ഫോട്ടോഷൂട്ട് വന്നതും ഇവർ വിവാഹിതരായോ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനോട് കൂടി മനു ആ ഫോട്ടോ അയാളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തത്. അതിന്റെ പിന്നാലെ ഒരുപാട് യൂട്യൂബേഴ്സ് അത് റിയാക്ട് ചെയ്തു. കാരണം തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു ക്യാപ്ഷൻ ആയിപ്പോയി. ഇത് മനു തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. ആ ക്യാപ്ഷനിൽ തെറ്റിദ്ധരിച്ചാണ് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ മനു ഭയങ്കര ഡിപ്രഷനിലാണെന്നാണ് പറയുന്നത്. ഈ ഡിപ്രഷന്റെ കാരണം എന്ന് പറയുന്നത് സൈബർ ബുള്ളിംഗ് ആണ്. ആൾക്കാർ കമന്റ് ബോക്സിലും വിളിച്ചു പറയുന്ന മോശം വാക്കുകളും ഒക്കെയാണ് മനുവിനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ രേണുവിന് അങ്ങനെ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം രേണുവും മനു ഒരുമിച്ചുള്ള ഇന്റർവ്യൂവിനകത്തും അത്ര പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കണ്ടിട്ട് വളരെ ചിരിച്ച് ആനന്ദിച്ചൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അവർ പിന്നെ എന്താ ചെയ്യേണ്ടത്? കരയണോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. ഒന്നും വേണ്ട. പക്ഷേ ഒരാൾ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ഈ പറയുന്ന മനുവിന്റെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ഫോട്ടോയുടെ താഴെ വരുന്ന കമന്റുകൾ എന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. എല്ലാവർക്കും മറുപടി തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ച് മെസ്സേജുകൾ അയക്കാത്തത്. ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഈ പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കാരണം ഇനി ഒരു സമയത്ത് നമുക്കിത് ആവശ്യം വരും. ഇത്രയും കൂടുതൽ ആളുകൾക്ക് മെസ്സേജ് അയക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ആർക്കും മെസ്സേജുകൾ അയക്കാത്തത്. ഇതേ മനു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. കടുത്ത ഡിപ്രഷനിലേക്കാണ് എന്റെ യാത്രയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇതിനകം ആത്മഹത്യ ചെയ്യുമായിരുന്നു. തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറാൻ സമയമെടുക്കും എന്നറിയാം. ഭ്രാന്തമായ ഈ അവസ്ഥയിൽ നിന്നും ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. എനിക്ക് മനോബലം തന്ന എന്റെ ഒപ്പം നിന്നവർക്ക് ഒരായിരം നന്ദി. അഖിൽ മാരാരുടെ വാക്കുകൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചതുപോലെ എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ശരിയാണ്. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന ശ്രീകൃഷ്ണന്റെ വാക്കുകൾ ഓർക്കാൻ ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തവരെ പോലെ തന്നെ എന്നെ കുറ്റം പറഞ്ഞവർക്കും നെഗറ്റീവ് കമന്റ് എഴുതി അയച്ചവർക്കും ഒരുപാട് നന്ദി. എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും എനിക്ക് വേണം. എന്റെ മനസ്സ് ശാന്തമാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥൻ. ഇങ്ങനൊരു പോസ്റ്റ് ആണ് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒന്ന് രണ്ട് വാക്കുകൾ, ഒന്ന് ഈ പറയുന്ന ഒരുപാട് ആളുകൾ മെസ്സേജിലൂടെയും കമന്റിലൂടെയൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും മറുപടി കൊടുക്കാൻ അസാധ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. രണ്ടാമത്തെ പോയിന്റ്, ലക്ഷ്യം ആണ് പ്രധാനം, മാർഗമല്ല എന്ന് പറഞ്ഞത്. ലക്ഷ്യമാണ് പ്രധാനമെങ്കിൽ ഇപ്പൊ ഡിപ്രഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ലക്ഷ്യം സാക്ഷാത്കരിച്ചു. നെഗറ്റീവ് ക്യാപ്ഷൻ കൊടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു. അപ്പൊ ഈ നെഗറ്റീവ് ക്യാപ്ഷൻ കണ്ടിട്ട് ആളുകൾ റിയാക്ട് ചെയ്യുന്നതിൽ വിഷമിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഉദ്ദേശിച്ചതും ഈ ലക്ഷ്യം തന്നെ അല്ലായിരുന്നോ? റീച്ച് ഉണ്ടാക്കുക. അതിനുവേണ്ടി ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തു. അതിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചുകൊണ്ടും പിന്നെ അത് തെറ്റാണ് എന്ന് മനസ്സിലായിക്കൊണ്ടും നിങ്ങളെ വിമർശിച്ചു. അതിൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് ആ സാധനം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഡിപ്രഷൻ അല്ലെങ്കിൽ അതിലേക്കുള്ള യാത്ര അവർ വളരെ സന്തോഷവതിയായിട്ടാണ് വന്നിരിക്കുന്നത്. സാറിന് പ്രശ്നം വരും എന്നാണ് അവർ പറയുന്നത്. ആ ഇന്റർവ്യൂവിനകത്ത് അവർ പറയുന്ന പോയിന്റ് ആണ്, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, എന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് പ്രശ്നം വരും എന്ന് അവർ ഓൾറെഡി പറഞ്ഞതാണ്. അത് കേട്ടില്ല എന്ന് മാത്രമല്ല, അതിന് ഇമാതിരി ഒരു ക്യാപ്ഷൻ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്ക് തോന്നിയ കാര്യമാണ്. ഇനി നമുക്ക് ഇന്റർവ്യൂവിലേക്ക് വരാം. ഇന്റർവ്യൂവിന്റെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ വെക്കുന്നുള്ളൂ. നല്ല ഡ്യൂറേഷൻ ഉള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് പോർഷൻ മാത്രം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അത് പൊതുവെ പബ്ലിക്കിന്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഞാൻ രേണുവിനെ അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എന്നുള്ളതാണ്. പബ്ലിക്കിന്റെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഞാൻ രേണുവിനെ അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി എന്നാണ്. പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? പബ്ലിക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ വന്നിട്ടോ അല്ലല്ലോ തെറ്റിദ്ധരിച്ചത്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിങ്ങൾ കൊടുത്ത ഫോട്ടോയും അതിന്റെ ക്യാപ്ഷനും കണ്ടിട്ടാണ് പബ്ലിക് തെറ്റിദ്ധരിച്ചത്. ക്യാപ്ഷൻ എന്തായിരുന്നു? വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു. രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്നവർക്കൊക്കെ 1000 നന്ദി. രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിനാഥൻ. ഇത് നിങ്ങൾ തന്നെ എഴുതിയതല്ലേ? ഡോക്ടർ
മനു ഗോപിനാഥൻ ഒഫീഷ്യൽ എന്നാണ് ഈ പോസ്റ്റ് ഇട്ട അക്കൗണ്ട് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പോസ്റ്റ് തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ തന്നെയാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചത്. എന്നിട്ട് പിന്നെ ആൾക്കാർ തെറ്റിദ്ധരിച്ചു എന്ന് വെറുതെ പറയുന്നതിൽ എന്ത് ലോജിക്കാ മാഷ ഉള്ളത്? എനിക്കത് മനസ്സിലാവുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിട്ര ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് വളരെ തന്നെ ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി ചെയ്തൊരു അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെയ്തൊരു ഫോട്ടോഷൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത്? അതൊന്ന് പറഞ്ഞു തരണേ. എന്നത്തേക്കാണ് അഡ്വർടൈസ്മെന്റ് റിലീസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെയ്തൊരു ഫോട്ടോഷൂട്ട് ആണ് എന്ന് എവിടെയും റിവീൽ ചെയ്യാത്തത്? ഈ ഫോട്ടോഷൂട്ട് നടന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം റിവീൽ ചെയ്തില്ല? ഇതൊരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ട് ആണ്, അവരുടെ കോൺസെപ്റ്റ് ആയിരുന്നു ഇത് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ റിവീൽ ചെയ്തില്ല? ഇനി എന്തുകൊണ്ടാണ് നിങ്ങളെ ആൾക്കാർ തെറ്റിദ്ധരിച്ചത്? നിങ്ങളുടെ ക്യാപ്ഷൻ കണ്ടിട്ട് മാത്രമല്ല, നിങ്ങൾ ഇത്തരം ഫോട്ടോഷൂട്ടുകളാണ് നടത്തുന്നത് എന്ന് കണ്ടിട്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ നടത്തിയ മറ്റൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, അത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോഷൂട്ടിൽ നിങ്ങൾ ആ സ്ത്രീക്കൊപ്പം നിന്നിട്ട് വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയാണ് പടർത്തിയത്. ഒരു പക്ഷേ അത് നിങ്ങളുടെ ആദ്യത്തെ ഒരു ഫോട്ടോഷൂട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം ആരും അതിന് മോശമായിട്ടൊന്നും റിയാക്ട് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഇത് വന്നപ്പോൾ ഒന്ന്, ഇത് ഒരു കലാകാരന്റെ ഭാര്യയാണ്, അവരെ വെച്ചിട്ടൊരു തെറ്റിദ്ധാരണ പടർത്തുന്ന, ഓൾറെഡി അവർക്കൊരു നെഗറ്റീവ് ഇമേജ് സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്തൊരു ടൈമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? വൈറലായിട്ട് നിൽക്കുന്ന ആളെ വെച്ചിട്ട് ഒരു ഷൂട്ട് ചെയ്യണം. നിങ്ങൾ അതിന് അപ്രോച്ച് ചെയ്തത് മറ്റൊരു നടിയായിരുന്നു. ആ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അവർ അതിന്റെ കോൺസെപ്റ്റ് കേട്ടിട്ട് പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ നേരെ രേണുവിന്റെ അടുത്തേക്ക് എത്തിയത്. അത് നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രേണു അതിന് ഓക്കെ പറഞ്ഞു, നിങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തി. അപ്പോൾ ആദ്യത്തെ നടി വിസമ്മതിച്ചതിന് കാരണം നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ ക്യാപ്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തത്. പിന്നെ ഇതിനകത്ത് ഡിപ്രഷന്റെ ആവശ്യം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എന്തായാലും ഈ ഇന്റർവ്യൂവിന്റെ ബാക്കി കേൾക്കാം. അപ്പോൾ ഇത് നമ്മൾ കൊല്ലം സൂചിച്ചേണ്ട വൈഫ് രേണുവിനെ നല്ല പ്ലാൻ ചെയ്തത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് സ്റ്റാർ മാജിക്കിൽ മുമ്പുണ്ടായിരുന്ന അനുമോൾ എന്ന് പറഞ്ഞിട്ട് അനുവിനെ വെച്ചിട്ടാണ് ഈ പ്രോജക്ട് പ്ലാൻ ചെയ്യുന്നത്. അത് തന്നെയാണ് ശരിക്കും ആ പ്രോജക്ട് മാറുന്നത്. ഈ റീസൺ തന്നെ പറഞ്ഞിട്ടാണ് മാറുന്നത്. അപ്പം കല്യാണം എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കാരണം ആ കുട്ടി അതിന് മുമ്പ് അതുപോലെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഷൂട്ട് ചെയ്തിരുന്നതിന്റെ പേരിൽ അനുവിന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇഷ്യൂസ് ഒരു കുട്ടി ലൈവിൽ വന്നിട്ട് ക്ലിയർ ഒക്കെ ചെയ്തു എന്നെടുത്ത് പറഞ്ഞു. അപ്പോൾ എത്ര ക്ലാരിഫിക്കേഷൻ കൊടുത്താലും ഇങ്ങനെയുള്ള സാധനങ്ങൾ പബ്ലിക്കലി ക്ലാരിറ്റി വരാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വർക്ക് ചെയ്യുന്നില്ല ചേട്ടാ, വളരെ സ്നേഹത്തോടെ തന്നെ നമ്മുടെ ആ ഡിസ്കഷനിൽ തന്നെ കുട്ടി പറഞ്ഞു. അതിനുശേഷം ആ കുട്ടിയെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യമേ അനു ഒരു മുന്നറിയിപ്പ് കൊടുത്തു, ചേട്ടാ ഇത്തരം കോൺസെപ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും അതോടൊപ്പം തന്നെ അത് പിന്നെ എത്ര വന്ന് ക്ലാരിഫൈ ചെയ്താലും ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് അനു മാറിയത്. അപ്പോൾ മറ്റൊരാളെ വെച്ചിട്ട് ഈ ഫോട്ടോഷൂട്ട് നടത്തുമ്പോഴും നിങ്ങൾക്കറിയാം ഇതൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുമെന്നും അതിന് ഏത് ലെവൽ വരെയും പോകും നിങ്ങൾക്കറിയാം. പക്ഷെ എന്നിട്ടും നിങ്ങൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചങ്കൂറ്റം സമ്മതിക്കണം. പക്ഷെ ആ ചങ്കൂറ്റം വെച്ചിട്ട് ഇപ്പൊ വന്ന് ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയാണ്, മാനസികമായിട്ട് എന്നെ ഒരുപാട് തളർത്തി കളഞ്ഞു എന്നൊക്കെ പറയുന്നതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഈ നെഗറ്റീവ് ഇമേജ് മാറാൻ വേണ്ടിയാണോ നിങ്ങളിത് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണിച്ചത് വളരെ മോശമായി പോയെന്ന് മാത്രമേ പറയാനുള്ളൂ. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഓൾറെഡി നെഗറ്റീവ് മൈലേജ് നിൽക്കുന്ന സമയത്ത് അവരെ വീണ്ടും ആൾക്കാരെ കൊണ്ട് കൂടുതൽ വെറുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചു. അതിൽ അവർക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നിട്ട് അത് ബാധിച്ചത് നിങ്ങളെയാണ് നിങ്ങൾ പറയുന്നുണ്ട്. ആ രേണുവിന് പ്രശ്നമൊന്നുമില്ല, എന്നെ അത് അല്ലാണ്ട് ബാധിച്ചു എന്നാണ് നിങ്ങൾ മറ്റേ ഇന്റർവ്യൂവിൽ പറയുന്നത്. അവിടെ സ്റ്റാർ മാജിക്കിൽ തന്നെ ശ്രീ വിദ്യാനൊക്കെ പറഞ്ഞ കുട്ടികൾ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചു നോക്കട്ടെ. താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ കാര്യം ഇത് അനുവിനെ വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അനു മനസ്സില്ലെങ്കിൽ വേണ്ട, ഇനി വേറെ ഒരു ആർട്ടിസ്റ്റ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളല്ല, പക്ഷേ ഒരു പ്രോജക്റ്റ് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ, അനു ഇല്ലെങ്കിൽ വേണ്ട, മറ്റ് വേറൊരു വൈറലായ ആൾ വരട്ടെ. കാരണം അനു സ്റ്റാർ മാജിക്കിൽ കൂടി അത്യാവശ്യം വൈറലായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി വൈറലാവുന്ന ഒരാൾ വരട്ടെ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ പക്ഷീനെ കണ്ടത്. ആര്യ? രേണു സുധിയെ കണ്ടത്. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ പുറലോകത്തേക്ക് ഇറങ്ങിയതെങ്കിൽ പോലും, ഐ മീൻ ഈ പറയുന്ന മീഡിയയിലേക്ക് ഇറങ്ങിയതെങ്കിൽ പോലും ഒരു വൈറൽ താരം തന്നെയാണ്. ഇവരെ കുറിച്ച് ആളുകളുടെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് ഇമേജിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് ഇമേജ് ആണ് സ്പ്രെഡ് ചെയ്തേക്കുന്നത്. ആ ഒരു ഇമേജിനെ തന്നെയാണ് മനു ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അത് കയ്യിൽ നിന്ന് പോയപ്പോ പിന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമല്ലോ, പോയ സംഭവങ്ങളൊക്കെ തിരിച്ചു പിടിക്കണമല്ലോ. അതിന് വേണ്ടി ഒരു മെഴുകൽ നാടകം, അതാണ് എനിക്ക് ഇന്റർവ്യൂ ഫീൽ ചെയ്യുന്നത്. ഓൾറെഡി ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഞാൻ അവിടെ ചെയ്തത് ഓൾറെഡി ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഫോട്ടോസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്ഷൻ ആണോ, അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ടീമിന്റെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ നമ്പർ തരും. അതായത് എന്ത് സാധനം ചെയ്തോണ്ട് ഞാൻ എന്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണ്. ആ എന്ത് ഞാൻ നമ്പർ എന്താ ഉദ്ദേശം, ആ എന്ത് ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ എന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് തന്നെയാണ്. അപ്പം അവരുടെ നമ്പർ എടുക്കുക, വിളിച്ച് ക്ലാരിഫൈ ചെയ്യാം. ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക,
ശരിയാ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പയ്യനാണ് ശരിക്കും ഈ ക്യാപ്ഷനെ കുറിച്ച് എനിക്ക് എന്നോട് നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയല്ലോ സ്വാഭാവികമായിട്ട് എടുത്ത് പറഞ്ഞു എനിക്ക് ക്യാപ്ഷനെ കുറിച്ച് അറിയാൻ ചെയ്യാം പക്ഷേ അവരുടെ ലാസ്റ്റ് പറഞ്ഞ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ കുറച്ചുകൂടെ പോളിഷ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ആയിരുന്നില്ല കുറച്ചുകൂടെ ലെവലായിരുന്നു ക്യാപ്ഷൻ അതായത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്ന ലെവലിലുള്ള ഒരു സാധനം അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ ശരിയാവില്ല കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് പബ്ലിക്കിനോട് മൊത്തം നെഗറ്റീവ് വായിക്കാനുള്ളതല്ലോ സ്വാഭാവികമായിട്ടും ഈ വേറെ പറയുന്നത് ക്യാപ്ഷൻ മാത്രമല്ല ഞാനിപ്പം ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ക്യാപ്ഷൻ ക്യാപ്ഷൻ ആണ് നോ ക്യാപ്ഷൻ പറഞ്ഞിട്ട് പോലും കണ്ടിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന വയലാവുമ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വന്നത് കുറച്ചു മുൻപ് ഇയാൾ പറഞ്ഞ ഇയാൾ എഴുതുന്ന ആ പോസ്റ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത്രയധികം മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇൻഡിവിജ്വലി ആർക്കും മറുപടി കൊടുക്കാത്തത്. അപ്പോൾ ഇൻഡിവിജ്വലി മറുപടി മെസ്സേജിലൂടെ പോലും കൊടുക്കാൻ പറ്റാത്ത ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാർ വിളിക്കാൻ നിന്നാൽ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത്? ഇയാളുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോട്ടോസ് 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും പേര് ഇയാളെ വിളിക്കാൻ നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ഇയാൾ പറയും എനിക്ക് എല്ലാ ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് മനുവിന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയല്ലോ സ്വാഭാവികമായിട്ട് എടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് ക്യാപ്ഷനെ കുറിച്ച് അറിയാൻ ചെയ്യായിരുന്നു പക്ഷേ അവരുടെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലേക്കാൾ ഇത് കുറച്ചുകൂടെ പോളിഷ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് മാറ്റങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല കുറച്ചുകൂടെ വേറെ ലെവലായിരുന്നു ഈ ക്യാപ്ഷൻ. അതായത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്ന ലെവലിലുള്ള ഒരു സാധനം വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അത് വിട്ട് ശരിയാവത്തില്ല കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിനെ കൊണ്ട് മൊത്തം നെഗറ്റീവ് പറയാനുള്ളതല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് വീഴ്ച പബ്ലിക്കിനെ വെച്ചിട്ട് മൊത്തത്തിൽ നെഗറ്റീവ് പറയാനല്ല ഞങ്ങളുടെ ഉദ്ദേശം. കുറച്ചു പേരൊക്കെ നെഗറ്റീവ് പറഞ്ഞ് ബാക്കിയുള്ളൊരു അപ്പോൾ കണ്ടങ്ങ് പോവുമല്ലോ. ഈ കമന്റുകൾ കൂടുമ്പോഴാണല്ലോ ഇടുന്ന പോസ്റ്റുകൾക്ക് റീച്ച് വരുന്നത്. അപ്പോൾ കുറച്ച് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ കയ്യിൽ നിന്ന് പോയി. അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ക്യാപ്ഷൻ വിത്തൗട്ട് ക്യാപ്ഷൻ ആണെങ്കിൽ നോ ക്യാപ്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയിരുന്ന പോലും ഈ കണ്ടന്റ് ശ്രദ്ധിക്കപ്പെടും വൈറലാവുന്ന 100% പിന്നെ എന്തിനാ മാഷേ ഒരു ക്യാപ്ഷൻ ഇല്ലാണ്ട് ഇട്ടാൽ പോലും അത് വൈറലാവുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇമാതിരി ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ ഇമാതിരി ഒരു നോട്ടും എഴുതാൻ പോയത്? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു ക്യാപ്ഷൻ ഇട്ടില്ലെങ്കിലും അത് വൈറലായി പോകുമായിരുന്നു. ഇപ്പൊ അതിന്റെ ഡെപ്ത് കൂടിപ്പോയി അല്ലേ? നെഗറ്റീവ് ഇമേജ് ആണെങ്കിലും ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തു, നേടിയെടുത്തില്ലേ, പിന്നെ എന്തിനാണ് ഈ ഡിപ്രഷൻ? സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കുക. ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ റീച്ചിൽ ഹാപ്പിയാണോ അല്ലെങ്കിൽ വിഷമമാണോ? ഈ റീച്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് സക്സസ് ആവുക എന്ന് പറഞ്ഞാൽ ഏതൊരു ആർട്ടിസ്റ്റ് താങ്കൾ ഇന്റർവ്യൂ എടുക്കുന്നു 2 പേര് കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമം. അതേസമയം മില്യൺ വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സന്തോഷമാണ്. അപ്പം ആ തലത്തിൽ നോക്കി കഴിഞ്ഞാൽ 100% സന്തോഷമാണ്. നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് കാരണം അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നാളെ വേറെ പ്രോജക്റ്റ് കിട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക നമുക്ക് പല നെഗറ്റീവ് കമന്റ്സും കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്താലും നമ്മളിപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാ കമന്റ്സും ഞാൻ വായിക്കാൻ നിൽക്കാറില്ല. തുടക്കത്തിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ തന്നെ തകർന്നടിച്ചിട്ട് ഞാൻ കമന്റ്സ് വായിക്കുന്ന പരിപാടി നിർത്തി. നെഗറ്റീവ് കൊടുത്തതുകൊണ്ടല്ലേ നെഗറ്റീവ് കിട്ടിയത്? റീച്ചും വേണം, നെഗറ്റീവിനെ ജനങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക? റീച്ച് കിട്ടിയില്ലേ, അതിൽ സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ആ സന്തോഷം വെച്ച് മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയുള്ള മാനമെങ്കിലും കയ്യിലുണ്ടാവും. അപ്പോൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് റീച്ചും വേണം, നാട്ടുകാരൊന്നും പറയാനും പാടില്ല. അല്ല, നല്ല ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കല്യാണം കഴിച്ചിട്ടില്ല, അന്ന് കല്യാണം കഴിച്ചതായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് ആണെങ്കിൽ അവിടെയാണ് വേറെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ഇപ്പം നമ്മൾ ഇട്ട ഒരു പോസ്റ്റിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. തുപ്പിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിന്ന് എനിക്കൊരു റിക്വസ്റ്റ് വരുന്നു. അത് ചേട്ടാ ഞാനൊരു കൊളാബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വന്നു. മീൻസ് ഒരു മെസ്സേജ് പറയാം. അപ്പോൾ മെസ്സേജ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സംഭവം ഞാൻ കണ്ടു. നമ്മുടെ ഫോട്ടോസ് നമ്മൾ ഈ ക്യാപ്ഷൻ എല്ലാം ഒന്നും ആ സമയത്ത് മാനസികാവസ്ഥ അറിയാലോ. കുറേ ഫോൺ കോൾസ് വരുന്നു, പല വഴിയായിട്ട് തെളിയിക്കുന്നു, കുറച്ച് പേര് കൊള്ളാൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ ഇടയിൽ വരുമ്പോൾ നമ്മൾ ഒന്നും കൂടെ വായിച്ച് നോക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. ഇതിന് ശേഷം നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ഷൻസ് നോക്കിയില്ല, കാരണം ഫോട്ടോസ് അല്ലേ ഇതിന്റെ അടിയിൽ വരുന്ന സാധനം നമ്മൾ അങ്ങനെ കൊളാബിൽ പ്രശ്നമൊന്നുമില്ല. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു പ്രൊഫൈലിൽ നിന്ന് ഒരു മെസ്സേജ് വരികയാണ്, ഞാനൊരു വീഡിയോ നിങ്ങളുടെ ID വെച്ചിട്ട് കൊളാബ് ചെയ്തേക്കാണ്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുവാണ്. നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ ചാടിക്കേറി അക്സെപ്റ്റ് ചെയ്യോ, അതോ ആ വീഡിയോ കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ ആ ഫോട്ടോ കണ്ടന്റ് എന്താണ്, അതിനകത്ത് ക്യാപ്ഷൻ എന്താണ്, ഇതെല്ലാം നോക്കി വ്യക്തമായതിനു ശേഷമേ അക്സെപ്റ്റ് ചെയ്യൂ. അതെന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഞാനാണെങ്കിൽ എന്താണ് അയച്ചേക്കുന്നത്, എന്താണ് കോണ്ടന്റ്, അതിന്റെ ക്യാപ്ഷൻ എന്താണ്, ഇതൊക്കെ വായിച്ചതിന് ശേഷമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആശാൻ ഇവിടെ അതൊന്നും നോക്കാനുള്ള സമയം കിട്ടി. എൻ്റെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നു, എനിക്കതൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അല്ലാണ്ട് പുള്ളി ഇട്ട ആ പ്രബന്ധമോ അല്ലെങ്കിൽ ആ ഫോട്ടോസോ ഒന്നും അല്ല പ്രശ്നം. ഇയാളുടെ ആ ഷോർട്ട് നോട്ട് വെച്ചിട്ട് കുപ്പിക്കാരൻ എന്ന് പറയുന്ന ഐഡിയയിൽ നിന്ന് വന്ന 2 വരിയാണ് പ്രശ്നമാക്കിയത് എന്നാണ് ഇയാൾ പറയുന്നത്. ആ വരികൾ എന്താണ്? രേണു സുധീനി മുതൽ രേണു മനു, അതിന് മുന്നേ ഇട്ടതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അതായത് എല്ലാം ചെയ്തത് മറ്റവരാണ്. ആദ്യമേ ക്യാപ്ഷൻ ഉണ്ടാക്കിയ ടീം, പിന്നെ ഈ പറയുന്ന തുപ്പിക്കാരൻ, ഇവരാണ് തെറ്റുകാർ. ഞാൻ മാന്യൻ, ഞാൻ പുണ്യാളൻ, പക്ഷേ ക്രൂശിക്കപ്പെട്ടത് മുഴുവൻ ഞാൻ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. പണ്ടാരോട് പറഞ്ഞ പോലെ അടികൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാറും എന്ന് പറയുന്ന ഒരു പഴമൊഴിയുണ്ട്. അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിവേ, ഇത് വലിയൊരു ഇന്റർവ്യൂ ആണ്. നഷ്ടപ്പെട്ടു പോയ ഇമേജ് തിരിച്ചു പിടിക്കണമല്ലോ, അതിനുള്ള മാർഗ്ഗങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവർ ചെയ്തത് ശരിയാണോ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലെവലിൽ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അങ്ങനെ ചെയ്തത് ശരിയാണോ അല്ലയോ എന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതിനുശേഷം ഇയാളൊരു മറ്റൊരു ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് ആൽബം ഷൂട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ഇവിടെ വെബ്സൈറ്റിൽ വെക്കാം. അതിൽ വളരെ വ്യക്തമായിട്ട് താഴെ ആൽബം ഷൂട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഷൂട്ടിന് ഈ പറയുന്ന കല്യാണം കഴിച്ചു എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചപ്പോൾ ആരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആശാൻ അതൊരു വളമായിട്ട് എടുത്തു. രണ്ടാമത് രേണു സുധിയെ വെച്ചിട്ട് അതേപോലെ കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തു. അവിടെ ഏറിപ്പോയി. മൂന്നാമത്തേന് ആൾക്ക് അറിയാം ഇതും പണി കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് ആൽബം ഷൂട്ടാണ് എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് കിട്ടിയാലേ ചില ആൾക്കാരൊക്കെ പഠിക്കുള്ളൂ. എന്താ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.